ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെറുമൊരു വർത്തമാനം എന്ന നമ്മുടെ ഈ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? ഒരിടത്തേക്കുമല്ല. നമ്മുടെ ഓരോ ദിവസത്തിലെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെയും ചിന്തകളിലൂടെയും ഒരു ലഘുവായ വർത്തമാനത്തിലൂടെയുള്ള യാത്ര. സത്യം പറഞ്ഞാൽ ഈ പോഡ്കാസ്റ്റിന് വലിയ ലക്ഷ്യങ്ങളോ ഗഹനമായ വിഷയങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു പോയേക്കാവുന്ന അനുഭവങ്ങൾ, ചിലപ്പോൾ ചിന്തിച്ച് ചിരിച്ച് ഒരു നിമിഷം മറന്നുപോകുന്ന തമാശകൾ, ഇതൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുക, അത്രയേ ഉള്ളൂ. ഒരു വൈകുന്നേരം നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലിരുന്ന് ഒരു ചായ കുടിക്കുമ്പോൾ കൂടെ കൂട്ടാൻ ഒരു ചങ്ങാതിയെ പോലെ ഞങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു പുസ്തകം വായിക്കുന്ന ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന രസത്തോടു കൂടി നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വർത്തമാനങ്ങൾ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയതെന്നല്ലേ? നമ്മൾ മലയാളികൾക്ക് സംസാരിക്കാനും കഥ പറയാനും കേൾക്കാനും ഒരുപാട് ഇഷ്ടമാണല്ലോ. തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലപ്പോഴും നമുക്കതിനുള്ള സമയം കിട്ടാറില്ല. ഒരുപാട് പേർ ഒറ്റയ്ക്കാവുന്ന ഈ സമയത്ത് ഒരു നല്ല സംസാരം, ഒരു നല്ല ചിന്ത, അത് നമുക്ക് ഒരു സന്തോഷം തരുമല്ലോ. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഇനി എങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതീക്ഷിക്കാം? ചിലപ്പോൾ ഞാൻ വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ചാകാം, അതിലൊരു കഥാപാത്രത്തെക്കുറിച്ചാകാം, ചിലപ്പോൾ നമ്മൾ ദിവസവും കാണുന്ന റോഡിലെ കാഴ്ചകളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഞാൻ അടുത്തിടെ കണ്ട ഒരു സിനിമയുടെ വിശേഷങ്ങളാകാം. ഒരുപക്ഷെ നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് കളിച്ച കളികളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കഴിച്ചിരുന്ന നാടൻ ഭക്ഷണത്തെക്കുറിച്ചാകാം. എപ്പോഴും ചിരിയും ചിന്തയും ഒരുമിച്ചുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾക്ക് പറയുവാനുള്ള വിഷയങ്ങൾ, ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ, മെച്ചപ്പെടുത്താൻ തോന്നുന്ന കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ പോഡ്കാസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.